അവൾ എതിർവശത്തേക്ക് നോക്കിയപ്പോൾ ഞാനൊന്ന് ഞെട്ടി. ആ കണ്ണുകൾ ക്യാമറയുടെ നേരെ തന്നെ. അടുത്ത പ്രവൃത്തി എന്നെ ആകെ അമ്പരപ്പിച്ചു. പാവാട പൊക്കിപ്പിടിച്ചു അവൾ ആ കല്ലിൽ കുന്തക്കാലിട്ടിരുന്നു. എന്താണ് ഇവളുടെ ഭാവം? പാവാട അല്പം പൊക്കിപ്പിടിച്ചുകൊണ്ട് അവൾ വെള്ളത്തിൽ മൂത്രമൊഴിച്ചു. ആ മൂത്രധാര കൊണ്ട് വെള്ളത്തിൽ അവൾ വൃത്തം വരച്ചു. ഇതെന്താ, അവൾ കൊച്ചുകുട്ടികളെപ്പോലെ മൂത്രമൊഴിച്ച് രസിക്കുന്നോ? ആണുങ്ങൾ മൂത്രമൊഴിക്കുന്ന പോലെ? അമ്പടി രസികത്തി, നീ ഒരു കുസൃതിക്കുടുക്ക കൂടിയാണല്ലോ. പ്രിയ കൂട്ടുകാരാ, ജാൻസേ, നിന്നോട് എങ്ങനെ ഞാനിതിന് നന്ദി പറയും? അവളെ ഒന്ന് പേടിപ്പിക്കാൻ ഇതിനേക്കാൾ നല്ലൊരു മാർഗം ഇനി കിട്ടാനില്ല. എന്നെങ്കിലും അവൾ എൻ്റെ സ്വന്തമാവുകയാണെങ്കിൽ ഇത് കാണിച്ച് അവളെ അമ്പരപ്പിക്കണം. വെയിലിൽ ആ ധാര തിളങ്ങി. ഒരു 5 സെക്കൻഡ് നേരത്തേക്ക് തിളങ്ങുന്ന അത് ആ കുളിക്കടവിനെ രോമാഞ്ചമണിയിച്ചു. പിന്നെ കല്ലിൽ നിന്നിറങ്ങി പാവാട താഴ്ത്തി വെള്ളത്തിലിരുന്നു. അരവരെ മൊത്തം ഒന്ന് നനച്ചു. എഴുന്നേറ്റപ്പോൾ തൻ്റെ വിശിഷ്ട മൂത്രം കൊണ്ട് അനുഗ്രഹീതമായ ആ കല്ലിനെയും കൈകൊണ്ട് കുറച്ച് വെള്ളം തേകിയൊഴിച്ചു. അല്ലെങ്കിൽ അടുത്തതായി വരുന്ന ആളിന് മൂത്രമണക്കും. പെണ്ണിന് വിവരമുണ്ട്. മുഖത്ത് കുറച്ച് വെള്ളമൊഴിച്ചു. തുണികളുമായി കരക്ക് കയറി. അഭിരാമി സ്ക്രീനിൽ നിന്നും അപ്രത്യക്ഷമായി. 1 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ ക്യാമറയുടെ നേരെ നടന്നെടുക്കുന്നു. ഞാൻ ആ മൂത്രമൊഴിക്കൽ ചടങ്ങ് വീണ്ടും വീണ്ടും പുറകോട്ടിട്ട് കണ്ടു. ഓർക്കും തോറും അത് പുതിയ വർണ്ണത്തിൽ തെളിഞ്ഞു വരുന്നു. കാരണം അവൾ അഭിരാമി, ഞാൻ ഹൃദയത്തിൽ വെച്ച് ആരാധിക്കുന്ന എൻ്റെ പെണ്ണാകുന്നു. ഞാനൊന്ന് ചിന്തിച്ചു. ഇത്രയും ചൂടും വിയർപ്പും ഉണ്ടായിട്ടും അവൾക്ക് മുള്ളാൻ മുട്ടിയതെന്തുകൊണ്ട്? വെള്ളം ധാരാളം കുടിക്കുന്നുണ്ടാവും ഫിഗർ നിലനിർത്താൻ. ഓ, എന്നെയും ഇപ്പോൾ ഉപദേശിച്ചതല്ലേയുള്ളൂ വെള്ളം കുടിക്കാൻ. ഞാൻ തൽക്കാലത്തേക്ക് എല്ലാം അടച്ചു വെച്ചു. പിന്നെ എഴുന്നേറ്റു. എനിക്ക് വിളിച്ചു കൂവണമെന്ന് തോന്നി. ഞാൻ കണ്ടേ എന്ന്. ഞാൻ പാട്ടുകൾ പാടിക്കൊണ്ട് ചായപ്പിൽ നൃത്തം വെച്ചു. മേശപ്പുറത്ത് ഉച്ചത്തിൽ താളമടിച്ചു. കഥകൾ മുട്ടുകേട്ടു. ഞാൻ പാടി ആടിക്കൊണ്ട് കഥക് തുറന്നു. അഭിരാമി എവിടെയോ പോകാൻ തയ്യാറായി നിൽക്കുന്നു. എന്താ, ഭയങ്കര സന്തോഷത്തിലാണല്ലോ. വല്ല ലോട്ടറിയും അടിച്ചോ? അടിച്ചു. ഞാൻ അവളെ നോക്കി തന്നെ മൂളി. ഓഹോ, എന്ത് ലോട്ടറിയാ? കോടിയാണോ? അതിനേക്കാൾ വലിയ തുകക്കുള്ളതാ. വേണോ? ഒരു ഷെയർ തരാം. ഫ്രീ. കാശ് തരണ്ട, ഞാൻ ചോദിച്ചു. അവൾക്ക് ചിരി പൊട്ടി. രാവിലെ തല പെരുക്കുന്നൂന്ന് പറഞ്ഞപ്പം അതേ നിലയിലെത്തുമെന്ന് കരുതിയില്ല. ആ കിണറ്റീന്ന് കുറച്ച് തണുത്ത വെള്ളം കോരി ഒഴിക്ക്. അല്ലാതെ തണുക്കുകയില്ല. അല്ലാതെ തന്നെ തണുത്തല്ലോ. എങ്ങോട്ടാണോ അഭിരാമി? ഞാൻ പാട്ടിൻ്റെ ഈണത്തിൽ ചോദിച്ചു. ഇത് മൂത്തത് തന്നെ. പിന്നെ ഞാൻ തുണിയൊക്കെ തയ്ക്കാൻ കൊടുക്കാൻ പോവാ. ചോറും കറിയും കാലാക്കി വെച്ചിട്ടുണ്ട്. പട്ടിണി കിടന്ന് അസുഖം കൂട്ടണ്ട. അവൾ മുറ്റത്തേക്കിറങ്ങി. പട്ടിണി ഇരുന്നാലും സാരമില്ല. കുറേ നാളത്തെ വിശപ്പ് തീരാനുള്ള വക കിട്ടിയിട്ടുണ്ട്. ഏതായാലും അച്ഛനൊന്ന് വന്നോട്ടെ. എന്ത് വിശ്വസിച്ചാ ഭ്രാന്തന്മാരെ വീട്ടിൽ താമസിപ്പിക്കുക? നടക്കുന്നതിനിടയിൽ അവൾ പറഞ്ഞു. ഭ്രാന്ത് നിന്റെ... ഞാൻ നിർത്തി. എന്താ പറഞ്ഞേ? അവൾ തിരിഞ്ഞു നിന്നു. അല്ല, ഇരുട്ടുന്നതിന് മുന്നേ ഇങ്ങെത്തണേ എന്ന് പറയുമായിരുന്നു. ഓ, പേടിയാണേ കഥകടച്ചിരുന്നു. പേടി? ആരെയാ? അല്പമെങ്കിലും പേടിയുണ്ടായിരുന്നത് നിന്നെയായിരുന്നു. ഇന്നത്തെ ഒരു സിനിമാ നിർമ്മാണത്തോടു കൂടി അതും പോയി. നീ വെറും ഒരു നാടൻ പെണ്ണ്. എന്നെ വിരട്ടാനുള്ള പൊടിക്കൈകളല്ലാതെ നിന്റെ കയ്യിലൊന്നുമില്ല. അതെനിക്ക് മനസ്സിലായടി നാടോടി സുന്ദരി. നാട്ടുവഴിയോരത്ത് കുത്തിയിരുന്ന് പെടുക്കാനുള്ള നിന്റെ ആ പഴയ കുസൃതി. പണ്ടേ എന്നെ തിരിച്ചു നിർത്തിയിട്ട് തെങ്ങിൻ്റെ മൂട്ടിലും ചെടിയുടെ മറവിലും നീ ചെയ്തിരുന്ന ആ കുസൃതി, അത് നിന്റെ മനസ്സിൽ നിന്നും ഇന്നുവരെ പോയിട്ടില്ല. പാവം. ഇക്കണക്കിന് നീ ഇവിടെയും ഈ വീടിൻ്റെ എവിടെയെങ്കിലും അത് സാധിക്കുന്നുണ്ടാകണമല്ലോ. അതും കണ്ടുപിടിക്കണം. അവൾ പോയ ഉടനെ ഞാൻ അവളുടെ മുറിയിലൊന്ന് കയറി. അതിൻ്റെ കതക് ശരിക്കടയുന്നില്ല. ഓരോ കുറ്റി മുകളിലും ഇടയ്ക്കുമുണ്ട്. കതക് ചേരാത്തതിനാൽ അവ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. ആ കാലൻ രാത്രി എങ്ങാനും ഇടിച്ചു തള്ളി തുറന്നു വന്നാൽ ഈ പാവത്തിനൊരു രക്ഷയും ഉണ്ടാവില്ല. ഈ രാമേട്ടൻ വെറും പാവം. കണ്ണുമടച്ചു 2ാം ഭാര്യ വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ വെളിയിലിറങ്ങി. പിന്നെ ഞാൻ ഇളയമ്മയുടെ മുറിയിൽ കയറി. എന്തോ ഒരു മണം ആ മുറിയിൽ തങ്ങി നിൽക്കുന്നു. എനിക്കത് പിടിച്ചില്ല. ഞാൻ ജനലിലൊന്ന് നോക്കി. 2 ചെറിയ ആണി തറച്ചിട്ട് പഴയ ഒരു സാരിപ്പാവാട മുറിച്ച് അതിൻ്റെ ചരട് കൊണ്ട് കർട്ടൻ മാതിരി വലിച്ചു കെട്ടിയിരിക്കുന്നു.
ജനലിൻ്റെ ഞാൻ നശിപ്പിച്ച പാളി ഒട്ടും അടയുകയില്ല. ആ വശത്തെ കർട്ടൻ്റെ ആണി ഞാൻ ഇളക്കി വെച്ചു. പുറത്തുനിന്നും ഒന്ന് തൊട്ടാൽ അത് ഇളകി താഴെ വീഴണമല്ലോ. ഞാൻ എൻ്റെ മുറിയിൽ തിരിച്ചെത്തി. അപ്പോഴാണ് ഓർത്തത് സാവിത്രി ചിലപ്പോൾ ട്യൂഷന് വരുമല്ലോ എന്ന കാര്യം. അധികം കാക്കേണ്ടി വന്നില്ല. സാവിത്രി കുട്ടി എത്തി. പടി കടന്നു വരുന്നു. അവൾ നേരെ വീട്ടിനകത്തേക്ക് കയറി. എന്നിട്ട് വിളിച്ചു, കലേ. കല ഇവിടെ ഇല്ല മോളെ, അമ്മാവൻ്റെ വീട്ടിൽ പോയിരിക്കുകയാ. എങ്കിൽ ഞാൻ പിന്നെ വരാം. അപ്പം ഇന്ന് ട്യൂഷൻ വേണ്ടേ? കലയില്ലാതെ അഭിച്ചേച്ചി മാൻറ്റിയും എന്തിയേ? അവരും വെളിയിൽ പോയിരിക്കുകയാ. അഭിച്ചേച്ചി ഇപ്പം വരും. എന്നാ ഞാൻ പോകുക. അവൾ മുറ്റത്തേക്ക് ഇറങ്ങി. നാളെയാണെങ്കിൽ ഒരു ടെസ്റ്റ് ഉള്ളതാ. ഇച്ചിരി സംശയം തീർക്കാനുണ്ടായിരുന്നു. ഇനി എന്താ ചെയ്യുക? അവൾ ധർമ്മസങ്കടത്തിലായി. മോൾക്കെന്താ മാഷിനെ പേടിയാണോ അതോ വിശ്വാസക്കുറവോ? പേടിയൊന്നുമില്ല. വല്ലവരും കണ്ടാലെന്താ? കുട്ടി പഠിക്കാൻ വന്നതല്ലേ. പിന്നെ കതകം തുറന്നു കിടക്കുന്നു. ഇനി സാവിത്രിയുടെ ഇഷ്ടം. നാളത്തെ ടെസ്റ്റ് ആലോചിക്കുമ്പോൾ എനിക്ക് പോവാനും തോന്നുന്നില്ല. എങ്കിൽ മോൾ ഒരു കാര്യം ചെയ്യേ, ട്യൂഷൻ വേണ്ട. സംശയം എന്താണെന്നാ ചോദിക്ക്. അത് തീർത്തിട്ട് മോള് പൊക്കോ. നാളത്തെ ടെസ്റ്റിന് തോൽക്കണ്ട. എങ്കിൽ മാഷേ 1-2 സംശയങ്ങൾ മാത്രം. സാവിത്രി അകത്തേക്ക് കയറി. എന്താ സംശയം? ഗ്രാമറാ. അവൾ കയ്യിലിരുന്ന നോട്ട് തുറന്നു. ഒരു പേജ് നിറയെ ഇംഗ്ലീഷ് വ്യാകരണ ചോദ്യങ്ങൾ. ഞാൻ എക്സർസൈസുകളെല്ലാം വായിച്ചു നോക്കി. എല്ലാം എനിക്ക് നിസ്സാരം. ഞാൻ ഓരോന്നോരോന്നായി പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ഒരു 15 മിനിറ്റ് കഴിഞ്ഞു കാണും. പടി കടന്ന് അഭി വരുന്നു. അഭിരാമി തിണ്ണയിലേക്ക് കയറും മുമ്പ് അവിടെ ഇരുന്ന മൊന്തയിൽ നിന്നും വെള്ളമൊഴിച്ച് കാലുകൾ കഴുകുന്നത് കണ്ടു. പിന്നെ തിണ്ണയിൽ കയറി. ആദ്യം നോക്കിയത് സാവിത്രിയുടെ മുഖത്തേക്കായിരുന്നു. ആഹാ, ഇതാര്? സാവിമോളോ? എപ്പം വന്നു? എന്തോന്നാ ട്യൂഷൻ? ഇപ്പം വന്നേയുള്ളൂ. ഇംഗ്ലീഷ് ഗ്രാമർ. രാജമണി ഇല്ലേ ഇവിടെ? സാവിത്രി ഞാൻ ഇരുന്നിടത്തേക്ക് നോക്കി. അഭി വാതിൽക്കലെത്തി അകത്തേക്ക് തലയിട്ട് നോക്കി. ആഹാ, സാറ് ഇവിടെ ഉണ്ടായിരുന്നോ? ഏതായാലും കല ഇതറിയണ്ട. ഒറ്റയ്ക്ക് വിളക്ക് ട്യൂഷൻ എടുത്തൂന്ന് കലയറിയണ്ട. ഒറ്റയ്ക്ക് വേണ്ടെന്നല്ലേ രാജമണിയോട് അവൾ പറഞ്ഞത്? അറിഞ്ഞ ഇല്ലാത്ത വിപ്ലവം ഉണ്ടാക്കും അവള്. ട്യൂഷനൊന്നുമല്ല, നാളെ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. എന്തോ സംശയങ്ങൾ, അത് പറഞ്ഞു കൊടുത്തു. അത്രയേ ഉള്ളൂ. ഈ വെയിലത്ത് ഇത്രടം വന്നതല്ലേ. അല്ല, സാവിമോള് ഉണ്ടതാണോ? ഉണ്ടേച്ചിപ്പം വന്നതേ ഉള്ളൂ. എന്നാ പഠിക്ക്. അഭി അകത്തേക്ക് കയറിപ്പോയി. അല്പം കഴിഞ്ഞപ്പോൾ അഭി ഇറങ്ങി വന്ന് പറഞ്ഞു, ചോറ് വിളമ്പി വെച്ചിട്ടുണ്ട്. ഈ കൊച്ചിനെ പറഞ്ഞു വിട്ടേച്ചാകാൻ കഴിപ്പ്. അഭി തിണ്ണയിൽ വന്ന് ഞങ്ങളെ ഒന്നെത്തി നോക്കിയിട്ട് അകത്തേക്ക് പോയി. കുറച്ചു കഴിഞ്ഞ് അഭി വാതിൽക്കൽ വന്നിട്ട് പറഞ്ഞു, ഇന്നത്തേക്ക് മതി മോളെ, മോള് പോകാൻ നോക്ക്. രാജാമണി വന്നുണ്ണ്. മോളെ എഴുന്നേൽക്ക്. രാവിത്രി പെട്ടെന്ന് എഴുന്നേറ്റു. പുസ്തകങ്ങളെടുത്ത് അവൾ മുറ്റത്തു കൂടി നടന്നു പോകുന്നത് അഭി നോക്കി നിന്നു. ഞാൻ വീണ്ടും കട്ടിലിരുന്നു. അയ്യോ, നോക്കി നിൽക്കാതെ വന്ന് കഴിക്ക് രാജാമണി, എനിക്ക് പാത്രങ്ങൾ കഴുകണം. അയ്യോ വരാവേ, ഈ പാവത്തിൻ്റെ കഞ്ഞി മുടക്കല്ലേ. ഊണ് കഴിഞ്ഞൊന്ന് മയങ്ങി. ഇരുട്ടുന്നതിന് മുമ്പ് ഇളയമ്മയും കലയും തിരിച്ചു വന്നു. അമ്മയുടെ കൂടെ അകത്തേക്ക് കയറിയിട്ട് കല പെട്ടെന്ന് എൻ്റെ മുറിയിലേക്ക് വന്നു. സാവി വന്നായിരുന്നു അങ്കിളെ? വന്നു. ഉടനെ പറഞ്ഞുവിടുകയും ചെയ്തു. കലമോളില്ലാതെ ട്യൂഷൻ എടുക്കാനൊരു രസവും തോന്നിയില്ല. എനിക്കിപ്പോഴും സംശയമാ. ഞാൻ ചേച്ചിയോടൊന്ന് ചോദിക്കട്ടെ. അവൾ അകത്തേക്ക് പോയി. അഭിയങ്ങാനും കാലു മാറുമോ? ഏതായാലും തിരിച്ചു വന്ന കല സന്തോഷവതിയായിരുന്നു. എന്നാലും ഇച്ചിരി നേരം പിടിച്ചിരുത്തി അല്ലേ? അത് 1-2 സംശയങ്ങൾ. അമ്മാവന് സുഖമാണോ? ഞാൻ ചോദിച്ചു. ആയിരിക്കും. അമ്മ കുറേ വർത്താനം പറയണ കേട്ടു, കുറേ സ്വകാര്യവും. കലമോളെ, ഇളയമ്മയുടെ വിളി. എന്താ അമ്മേ? ഞാനിവിടെ ഉണ്ടേ. നീ കുളിക്കുന്നില്ലേ? നേരം സന്ധ്യയായി. ഞാൻ എന്താ വരുവാ. വിളിച്ചു പറഞ്ഞിട്ട് അവൾ വാതിൽ കടന്നു. പിന്നെ എന്നോട് പറഞ്ഞു, കുളിച്ചിട്ട് വരാം, നാളത്തെ ടെസ്റ്റിനുള്ളത് പറഞ്ഞു തരണം. കുളി കഴിഞ്ഞ് കലയും ചേച്ചിയും നാമം ജപിക്കാനിരുന്നു. അഭി ഇങ്ങോട്ട് എൻ്റെ മുറിയുടെ വശത്തേക്കൊന്ന് നോക്കിയിട്ട് ഭക്തിയോടെ കൈകൾ കൂപ്പി നാമം ചൊല്ലാൻ തുടങ്ങി. എന്തോ നാമം പെട്ടെന്ന് അവസാനിച്ചു. കല ഓടി അകത്തേക്ക് പോയി. അഭി വിളക്കിൽ തൊട്ട് തലയിൽ വെച്ചു. പിന്നെ അത് കെടുത്തി. എന്നിട്ട് അതുമെടുത്ത് ചായപ്പിൻ്റെ വാതിൽക്കലെത്തി. പിന്നെ രാജാമണി, ഒരു കാര്യം. നാമം ജപിക്കുമ്പം ഒന്നുകിൽ അവിടെ വന്നിരിക്കണം, അല്ലെങ്കിൽ കഥകടച്ചിരുന്നോണം. പഠിച്ചോണം. അയ്യോ, ഞാനൊന്നും വിചാരിച്ചോണ്ടല്ല, പഠിക്കുമായിരുന്നു. ഇനി മുതൽ ഞാൻ കഥകടച്ചോളാം.
ഇച്ചിരി ചൂടുമുണ്ടായിരുന്നു. സഹിച്ചോളാം, സോറി. അവൾ എന്നെ സൂക്ഷിച്ചു നോക്കിയിട്ട് അകത്തേക്ക് പോയി. അവൾ പോയ പുറകെ ഒരു ബുക്കും പേനയുമായി കലയെത്തി. എൻ്റെ പൊന്നങ്കിൾ ഏതൊക്കെയൊന്ന് പറഞ്ഞതാ, കഞ്ഞി കുടിക്കാൻ വിളിക്കും. അതിനു മുമ്പ് വേഗം, നാളെ എന്തെങ്കിലും എഴുതണം. ആ എന്തോന്നാ കാണിച്ചേ? അവൾ ബുക്ക് തുറന്നു. സാവിത്രിയുടെ അതേ പാഠങ്ങൾ. ഇത് ഞാൻ സാവിത്രിക്ക് പറഞ്ഞു കൊടുത്തതാ, എന്നാ എഴുതിക്കോ. അവൾ എഴുതാൻ തുടങ്ങി. പെട്ടെന്ന് അബിയുടെ തല പ്രധാന വാതിലുകൾ പ്രത്യക്ഷപ്പെട്ടു. ഒന്ന് എത്തി നോക്കിയിട്ട് അവൾ പിൻവലിഞ്ഞു. ഞാൻ കതക് ചേർത്തടച്ചു. പിന്നെ കുറ്റിയിട്ടു. 2-3 വാക്ക് എഴുതിയപ്പോഴേക്കും വാതിലിൽ മുട്ട് കേട്ടു. തുറന്നു നോക്കിയപ്പോൾ അഭിരാമി. എന്താ അബി? അത് കതക് തുറന്നിട്ട് പഠിച്ചാലെന്താ ഈ ചൂടത്ത്? അവളാണെങ്കിൽ ഇപ്പം കുളിച്ചതാ. ഇനിയും കുളിച്ചാൽ തണുത്ത വെള്ളം കൊണ്ട് പനി പിടിക്കും. അബി പറഞ്ഞിട്ടാ കതകടച്ചത്. എങ്കിൽ ഇനി തുറന്നിട്ടേക്കാം. ഞാൻ കതക് നന്നായി തുറന്നു വെച്ചു. എടി വേഗം തീർത്തേച്ചു വാ, ചോറ് വിളമ്പി. പറഞ്ഞുകൊണ്ട് അബി തിരിഞ്ഞു നടന്നു. കല വാ പൊത്തിച്ചിരിച്ചു. CID പണിയാ, നമ്മളെ ചെക്ക് ചെയ്യുവാ. പാവം, അസൂയയാ. എന്തിനാടി അവക്ക് അസൂയ? അതല്ലേ ഞാൻ പറഞ്ഞത്, ചേച്ചിക്ക് അങ്കിളിനോട് ഒരു നോട്ടമുണ്ടെന്ന്. ഞാൻ തട്ടിയെടുക്കുമോ എന്ന് പേടിയാ. കുന്തം, ഈ ഭദ്രകാളിക്കോ. നീ എഴുതി തീർക്ക്, ഇല്ലേൽ ഇനി വരും ശൂർപ്പണക. അവൾ വേഗം എഴുതി തീർത്തു. പിന്നെ പുസ്തകമെടുത്ത് പോവാൻ തുടങ്ങി. പിറ്റേ ദിവസം കോളേജിൽ നിന്ന് വന്നപ്പോൾ കല എന്നെ സമീപിച്ചു. ഒരു ചക്ക പറിക്കൽ ജോലി. അബി ക്ലാസ്സിൽ പോയി എന്ന് തോന്നി. അവിടെ ഒന്നും കണ്ടില്ല. വീടിൻ്റെ വടക്കുവശത്ത് ഒരു പ്ലാവുണ്ട്. നിറയെ ഇലകൾ തിങ്ങി വളർന്നത്. നല്ല ഇനമാണെന്ന് തോന്നി. അതിൻ്റെ മുകളിലത്തെ ശിഖരത്തിൽ ഒരു ചക്ക പഴുത്ത് കിളി കൊത്താൻ തുടങ്ങി. പച്ചയായിരുന്നേൽ പ്ലാവിൽ കയറി തോട്ടിക്കൊണ്ട് ചെത്തിയിടാമായിരുന്നു. ഇപ്പോൾ അത് കയറ് കെട്ടിയിറക്കണം. വളരെ ശ്രമകരമായ ജോലി. കാരണം ചക്ക നിൽക്കുന്ന കമ്പിൽ നിന്നുകൊണ്ടൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അതിന് തൊട്ടു താഴെ ഒരു കമ്പുള്ളത് ചെറുതാണ് താനും. അതിൽ ഞാൻ കയറി നിന്നാൽ ചക്കയ്ക്ക് പകരം കൊമ്പ് മുടിച്ചുകൊണ്ട് ഞാൻ താഴെ എത്തും. ഒടുവിൽ ഞാനൊരു വഴി കണ്ടുപിടിച്ചു.